മുല്ലപ്പെരിയാറിൽ സുരക്ഷാ പരിശോധന നടത്താനുള്ള കേന്ദ്ര ജല കമ്മീഷന്റെ ഉത്തരവ് വന്നതിന്റെ സന്തോഷത്തിലാണ് മലയാളികൾ എല്ലാവരും. എന്നാൽ ഈ ഉത്തരവിൽ സന്തോഷിക്കാനൊന്നുമില്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. മുല്ലപ്പെരിയാറിൽ തമിഴ്നാട് പരിശോധന നടത്തിയാൽ കേരളത്തിന് തിരിച്ചടി ലഭിക്കാനാണ് സാധ്യതകൾ ഏറെ. സുരക്ഷാ പരിശോധന സ്വതന്ത്ര ഏജൻസിയെ ഏൽപ്പിക്കണമെന്ന ആവശ്യമാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. തമിഴ്നാടിന്റെ മേൽനോട്ടത്തിലാണ് സുരക്ഷാ പരിശോധനയെങ്കിൽ അത് കേരളത്തിന് തിരിച്ചടിയാകുമെന്നാണ് മുൻപ് അണക്കെട്ടിന്റെ ചുമതലയുണ്ടായിരുന്ന സംസ്ഥാന ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത്. മുല്ലപ്പെരിയാർ എന്നത് കരിങ്കല്ല് കൊണ്ടുള്ള പുറം കവചം മാത്രമാണെന്നും ഉള്ളിൽ പൊള്ളയായി ഒലിച്ചിറങ്ങുന്ന സുർക്കി മാത്രമാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. അണക്കെട്ടിന്റെ കാലപ്പഴക്കം തമിഴ്നാട് ഗൗനിക്കുന്നില്ല. അണക്കെട്ടിൽ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ച സാഹചര്യത്തിലാണ് സ്വതന്ത്ര ഏജൻസി പരിശോധിക്കണമെന്ന ആവശ്യത്തിന് പ്രസക്തിയേറുന്നത്. സ്വതന്ത്ര ഏജൻസി പരിശോധന നടത്തിയാൽ മാത്രമേ അണക്കെട്ടിന്റെ യഥാർത്ഥ സ്ഥിതി പുറത്തു വരികയുള്ളൂ. 2011 അണക്കെട്ടിൽ തമിഴ്നാടിന്റെ മേൽനോട്ടത്തിലായിരുന്നു സുരക്ഷാ പരിശോധന നടന്നത്. സംസ്ഥാന ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അവിടെ വെറും സാന്നിധ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. സാമ്പിൾ ശേഖരിച്ചതും പരിശോധനയ്ക്ക് അയച്ചതുമെല്ലാം തമിഴ്നാട് തന്നെയാണ്. തമിഴ്നാടിന്റെ മേൽനോട്ടത്തിൽ നടന്ന സുരക്ഷാ പരിശോധനയുടേത് യഥാർത്ഥ റിപ്പോർട്ടല്ലെന്ന ആക്ഷേപം അന്നേ ഉയർന്നിരുന്നു. പരിശോധനയ്ക്കും സാമ്പിൾ ശേഖരിക്കുന്നതിലും കേരളത്തിന് യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല. സംസ്ഥാന ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പരിശോധന നടന്നെങ്കിലും അവർക്ക് കാഴ്ചക്കാരുടെ റോൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. മുല്ലപ്പെരിയാറിൽ ചുമതലയുള്ള കേരളത്തിന്റെ ഉദ്യോഗസ്ഥർ അണക്കെട്ടിലെത്തി മടങ്ങുന്നതല്ലാതെ അവർക്ക് മറ്റൊന്നും ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അണക്കെട്ടിലെ വാട്ടർ ലെവൽ, ഇൻഫ്ലോ, ഡിസ്ചാർജ് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തമിഴ്നാട് നൽകുന്ന കണക്കുകൾ മാത്രമാണ് കേരളത്തിന്റെ പക്കലുള്ളത്. തുടർന്നും തമിഴ്നാടിന്റെ മേൽനോട്ടത്തിൽ സുരക്ഷാ പരിശോധന നടന്നാൽ പരിശോധന ഫലം കേരളത്തിന് തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് വിദഗ്ധർ. അണക്കെട്ടിന്റെ മുകൾ തട്ട് മുതൽ താഴെ തട്ട് വരെ 2 ഇഞ്ച് വ്യാസത്തിൽ തുറന്ന് കോർ സാമ്പിൾ ശേഖരിക്കുന്നതായിരുന്നു 2011 നടന്ന സുരക്ഷാ പരിശോധന. പരിശോധനയിൽ സാന്നിധ്യം വഹിച്ചിരുന്ന കേരളത്തിന്റെ ഉദ്യോഗസ്ഥർ കോർ സാമ്പിൾ കണ്ട് അമ്പരന്നു. പരിശോധനയിൽ അണക്കെട്ടിന്റെ മേൽത്തട്ടിൽ നിന്ന് അടിത്തട്ടിലെ പാറ വരെയുള്ള ഭാഗത്തു നിന്ന് സാമ്പിളായി ലഭിച്ചത് സുർക്കി മിശ്രിതം നഷ്ടപ്പെട്ട കുറെ മെറ്റൽ കഷ്ണങ്ങൾ മാത്രമായിരുന്നു. സുർക്കി മിശ്രിതം പൂർണ്ണമായും ചോർന്നു പോയിരുന്നു. അണക്കെട്ടിന്റെ മേൽത്തട്ട് മുതൽ ഫൗണ്ടേഷൻ വരെയുള്ള ഭാഗത്തെ തേനീച്ചക്കൂട് എന്നാണ് കേരളത്തിലെ ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അണക്കെട്ടിനകം അത്രമാത്രം ദുർബലമാണെന്നാണ് തേനീച്ചക്കൂട് എന്ന വിശേഷണം നൽകുന്ന സൂചന. പരിശോധനയിൽ നിന്ന് ലഭിച്ച സാമ്പിളുകൾ ചെന്നൈയിലെ ലാബിൽ എത്തിച്ചതും പരിശോധനാ ഫലം സമ്പാദിച്ചതും തമിഴ്നാട് തന്നെയാണ്. ഇതിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്ന ആക്ഷേപമാണ് കേരളത്തിലെ ഉദ്യോഗസ്ഥർക്കുള്ളത്. 2011 സാമ്പിൾ പരിശോധനയിലെ അവ്യക്തതയാണ് 13 വർഷത്തിന് ശേഷം വീണ്ടും സുരക്ഷാ പരിശോധന വരുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. തമിഴ്നാട്ടിന്റെ മേൽനോട്ടത്തിലാണ് വീണ്ടും സുരക്ഷാ പരിശോധന നടത്തുന്നതെങ്കിൽ 2011 പരിശോധന ഫലം ആവർത്തിക്കുക മാത്രമായിരിക്കുമെന്നാണ് മുല്ലപ്പെരിയാറിൽ മുൻപുണ്ടായിരുന്ന വിദഗ്ധ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത്. അണക്കെട്ട് ബലപ്പെടുത്തലിന്റെ ഭാഗമായി 1980 കേബിൾ ആങ്കറിംഗ് നടത്തിയിരുന്നു. ഇതിനായി നിലവിലുള്ള ഡാമിന്റെ മുകൾ ഭാഗം കുറെ കട്ട് ചെയ്ത് കളഞ്ഞ് അവിടെ ക്യാപ്പിംഗ് ചെയ്തു. ഈ ക്യാപ്പിംഗിൽ നിന്ന് ഫൗണ്ടേഷൻ വരെ സ്റ്റീൽ കയർ ഉപയോഗിച്ചാണ് ആങ്കറിംഗ് നടത്തിയിരുന്നത്. രണ്ടാമത് ബലപ്പെടുത്തൽ നടത്തിയിടത്തു നിന്നും ശേഖരിച്ച പരിശോധനാ സാമ്പിളുകളിലും മെറ്റിലല്ലാതെ മറ്റ് സുർക്കി മിശ്രിതങ്ങളൊന്നും കണ്ടെത്താനായില്ല. 12 മാസത്തിനുള്ളിൽ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കണമെന്നാണ് അണക്കെട്ട് മേൽനോട്ട സമിതിയുടെ നിർദ്ദേശം. സമിതിയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുമ്പോഴും തമിഴ്നാടിന്റെ മേൽനോട്ടത്തിലാകരുത് സുരക്ഷാ പരിശോധനയെന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അന്തർദേശീയ ഏജൻസിയെ തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധനയ്ക്ക് നിയോഗിക്കണമെന്ന ആവശ്യമാണ് വ്യാപകമായി ഉയരുന്നത്. കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനെയും സുപ്രീം കോടതിയും സമീപിച്ച് ശക്തമായ ഇടപെടലുകൾ നടത്തുക തന്നെ വേണം.